നമസ്കാരം. തൃശ്ശൂർ ചേലക്കര പഞ്ചായത്തിലെ പങ്ങാരപ്പള്ളി സ്വദേശി പ്രീതിയുടെ കാര്യമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ജന്മന ഇംതിയോസിസ് എന്ന അപൂർവ രോഗം ബാധിച്ച പ്രീതിക്ക് 30 വയസ്സാണ് പ്രായം. നിരന്തര ചികിത്സ മാത്രമാണ് ഏക ആശ്വാസം. കൂലിപ്പണിക്കാരിയായ അമ്മയും ഒരു സഹോദരനും അടങ്ങുന്നതാണ് പ്രീതിയുടെ കുടുംബം. ഒരു ചെറിയ വീട്ടിനുള്ളിൽ ഏറെ ദുഃഖങ്ങളും പേറിയാണ് ഈ കുടുംബം കഴിയുന്നത്. തൃശൂർ ജില്ലയിൽ ചേലക്കര പഞ്ചായത്തിലെ പങ്ങാരപ്പള്ളിയിലാണ് 30 വയസ്സായ പ്രീതിയും അമ്മയും സഹോദരനും അടങ്ങുന്ന കുടുംബം താമസിക്കുന്നത്. ജന്മനാ തന്നെ ഇംതിയോസിസ് എന്ന അസുഖമാണ് പ്രീതിക്ക്. ഏറെ ദുരിതപൂർണമായ രോഗാവസ്ഥയാണിത്. ഈ അവസ്ഥയിൽ കഴിയുന്ന പ്രീതിയെ ഏറെ നേരം കണ്ടു നിൽക്കാൻ പോലും നമുക്കാവില്ല. ശരീരമാകെ കറുത്ത് മാനസികവും ശാരീരികവുമായ ഒട്ടനവധി വിഷമതകളും പേറിയാണ് ഇക്കാലമത്രയും പ്രീതിയും കുടുംബവും തള്ളി നീക്കിയത്. ഈ അവസ്ഥയിലും നാട്ടിലെ ഏതൊരാൾക്കും സഹായിയായും നല്ല സുഹൃത്തായും ഒക്കെ പ്രീതി മാറാറുണ്ട്. എൻ്റെ പേര് പ്രീതി. പങ്ങാരപ്പള്ളിയാണ് എൻ്റെ വീട്. പങ്ങാരപ്പള്ളി ഗ്രാമത്തിൽ, തൃശ്ശൂർ ജില്ലയിൽ പങ്ങാരപ്പള്ളി ഗ്രാമത്തിലാണ് എൻ്റെ വീട്. എനിക്ക് പറഞ്ഞാൽ ജന്മനുള്ള അസുഖമാണ്. ഇംതിയോസിസ് എന്നുള്ള അസുഖത്തിൻ്റെ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെറുപ്പം മുതൽ എൻ്റെ അമ്മ കെട്ടുതാലി വിറ്റിട്ടടക്കം നോക്കിയെന്നാണ് അറിവ്. ചെറുപ്പം മുതൽ പറഞ്ഞാൽ ഇപ്പോൾ 30 വർഷത്തോളമായിട്ട് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പലതരത്തിലുള്ള ഒട്ടനവധി ചികിത്സകളാണ് ഇതിനോടകം നടത്തിയത്. അലോപ്പതിയും ആയുർവേദവും ഒക്കെ മാറി മാറി പരീക്ഷിച്ചു പല ഘട്ടങ്ങളിലും. എന്നാൽ ഇതുവരെയും ശാശ്വതമായ രോഗശാന്തി എന്നത് കൈവരിക്കാനായില്ല. എൻ്റെ പേര് സജിത. ഞാൻ 12 വർഷമായി ഈ കുട്ടി പ്രീതി എന്ന ഈ കുട്ടിയെ കാണാൻ തുടങ്ങിയിട്ട്. കാണുന്ന അന്ന് മുതൽ ഇവൾ ഇങ്ങനെ തന്നെ ആയിരുന്നു. കുറേ ഞങ്ങളുടെ നാട്ടിലെ നല്ലവരായ, പ്രത്യേകിച്ച് ഹരിയേട്ടൻ, മറ്റുള്ള ആളുകളെല്ലാവരും സഹായിച്ച്, ജനങ്ങളും എല്ലാവരും സഹായിച്ച് ഇവളുടെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയാണ്. നാട്ടുകാരുടെയും പങ്ങാരപ്പള്ളി പ്രവാസി കൂട്ടായ്മയുടെയും ഒക്കെ സഹായം കൊണ്ടാണ് പ്രീതിയുടെ ചികിത്സ ഇന്നും നടക്കുന്നത്. എല്ലാ കാര്യത്തിനും നാട്ടുകാരും വീട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ കൂടെയുണ്ട് എന്നുള്ളതാവാം പ്രീതിക്ക് മറ്റെല്ലാ ചികിത്സകളെക്കാളും കൂടുതൽ ആശ്വാസം നൽകുന്നത്. ഒരു ചെറിയ വീടുണ്ട് ഇവർക്ക്. അമ്മയുടെയും സഹോദരൻ്റെയും ഒക്കെ ചെറിയ വരുമാനം പ്രീതിയുടെ നിരന്തര ചികിത്സയ്ക്കൊരിക്കലും തികയാറില്ല. നാട്ടുകാരുടെയും സുമനസ്സുകളുടെയും ഒക്കെ നിരന്തര സഹായമാണ് ഇവർക്ക് ഇന്നുള്ള ഏക ആശ്വാസം. ഇപ്പോൾ ഒരു 2.5 വർഷമായിട്ട് പങ്ങാരപ്പള്ളി പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ, ഹരിയേട്ടൻ്റെ ഒരു നേതൃത്വത്തിൽ ട്രീറ്റ്മെൻറ്റ് നടന്നിരുന്നു. അത് പിന്നെ അവർ ഒരുപാട് പൈസ ചിലവാക്കി. കാരണം എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നിയ കാരണം FBയിലൊരു പുതുമുഖത്തിൽ വന്ന്, FBയിലെ ഐഡിയയിൽ വന്ന് എൻ്റെ ഒരു സ്വയം തോന്നലിൽ ഞാനൊരു ഐഡിയ ഉണ്ടാക്കി. അതിൽ ഞാൻ സ്വയം പറഞ്ഞു എനിക്ക് ഒരുപാട് പൈസയാവും എന്ന് പറഞ്ഞ കാരണമാണ് ഞാൻ അങ്ങനെ ഇറങ്ങി തിരിച്ചത്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഹരിയേട്ടൻ എപ്പോഴും ഉണ്ട് കൂടെ. പിന്നെ ഷമീർ ചീരക്കുഴി, അതേമാതിരി കിടലം ഫിറോസ്ക ചിറക് ചാരിറ്റബിൾ ട്രസ്റ്റ്, പിന്നെ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ സഹായം, നാട്ടുകാരുടെ സഹായം, വീട്ടുകാരുടെ സഹായം, എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് എത്ര പൈസ കിട്ടിയാലും എൻ്റെ ട്രീറ്റ്മെൻറ്റിനാവണുള്ളൂ. ഒരുപാട് പൈസ ചിലവുണ്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റിന്. പങ്ങാരപ്പള്ളി പ്രവാസി കൂട്ടായ്മയുടെ നിരന്തര സഹായത്താലാണ് ഇന്ന് ചികിത്സയും മറ്റും മുടങ്ങാതെ നടക്കുന്നത്. അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോൾ പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയുമാണ്. മോളെ പ്രസവിച്ച നാളെ തൊട്ടുള്ള സുഖമില്ലായ്മയാണ്. ഞാൻ അന്ന് തൊട്ടുള്ള ചികിത്സകളാണ്. ഞാൻ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ സുഖമില്ലാത്തതുകൊണ്ട് വീട്ടിലിരിപ്പാണ്. എൻ്റെ മോളെ ചികിത്സിക്കാൻ പാകമില്ലാത്ത തരത്തിലാണ് ഇപ്പം എൻ്റെ ജീവിതം. അവളെ ചികിത്സിക്കുമ്പോൾ കുറച്ച് പൈസ വേണം, അത് എന്നോട് സാധിക്കണില്ല. അതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത്. ഹരിഹരൻ പറഞ്ഞ ഒരു കുട്ടിയാണ് ഞങ്ങളെ സഹായിക്കുന്നത്. പ്രവാസികൾ കൂട്ടായ്മയാണ് ഞങ്ങളെ എല്ലാ കാര്യത്തിനും അവളുടെ കൂടെ നിൽക്കുന്നതും ചികിത്സിക്കുന്നതും. ആയുർവേദ ചികിത്സയിൽ കുറേയൊക്കെ ആശ്വാസം കണ്ടെത്താൻ ഇന്ന് കഴിയുന്നുണ്ട്. എന്നാൽ വളരെ വലിയ തുകയാണ് ചികിത്സയ്ക്കായി വേണ്ടിവരിക. എല്ലാവരുമായും വളരെ അടുപ്പത്തിലും സ്നേഹത്തിലുമാണ് പ്രീതി ജീവിക്കുന്നത്. മറ്റുള്ളവരുമായി നല്ല സൗഹൃദം സ്ഥാപിക്കാനും അവരെ സഹായിക്കാനുമൊക്കെ ഈ അവസ്ഥയിലും സമയം കണ്ടെത്താറുണ്ട് പ്രീതി. ആയുർവേദ ചികിത്സ പ്രീതിക്ക് ഒരുപാട് ആശ്വാസം നൽകുന്നുണ്ട്. പക്ഷേ അതിനു വേണ്ട പണം കണ്ടെത്താൻ മറ്റുള്ളവരുടെ സഹായം ഒന്ന് മാത്രമാണ് ആശ്രയമായിട്ടുള്ളത്. അയൽക്കാരൊക്കെ ഏത് കാര്യത്തിനും എപ്പോഴും ഉണ്ടാകുമെന്നതും
ഇവർക്ക് വലിയ സഹായം തന്നെയാണ്. ഹോസ്പിറ്റലിൽ ബസ്സിൽ പോകുന്നതും ഈ അവസ്ഥയിൽ വളരെ പ്രയാസമാണ്. ആ നാട്ടിലെ ഒരാൾ എഴുതിയ പുസ്തകത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം പോലും അവർ പ്രീതിയുടെ ചികിത്സയ്ക്കായി നൽകുന്നു എന്നതൊക്കെ ഈ നാട്ടുകാരുടെ പ്രീതിയോടുള്ള സ്നേഹത്തിൻ്റെ നല്ല ഉദാഹരണമാണ്. ഈ ബുക്ക് അനിവാര്യമാണ്. തിരക്കഥ എന്ന ബുക്ക് കിട്ടുന്ന 5% പ്രീതിയുടെ അസുഖത്തിന് വേണ്ടി ചിലവഴിക്കാൻ അവർ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ പ്രീതിക്ക് വേണ്ടി അസുഖത്തിന് വേണ്ടി ചികിത്സിക്കാൻ വേണ്ടി ഈ പാങ്ങാരപ്പള്ളി പ്രവാസികളുടെയും അതേമാതിരി മീഡിയ ഫണ്ടിൻ്റെയും സഹായത്തോടെ ഈ അസുഖത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം ചെയ്യുക. ദേഹം ചൂടായി കഴിഞ്ഞാൽ ശരീരം മൊത്തം വിണ്ട് കീറും. പുറത്തേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കണം. ഇത്തരം അവസരങ്ങളിൽ പ്രീതി ബാത്റൂമിൽ മണിക്കൂറുകളോളം ചിലവാക്കി ദേഹത്ത് വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവരും ജോലിക്ക് പോയാൽ പലപ്പോഴും പ്രീതി അയൽ വീടുകളിൽ ഉണ്ടാവാറാണ് പതിവ്. ചില സമയങ്ങളിൽ ശരീരം ചൂടായി വിണ്ടുകീറും. അത്തരം അവസ്ഥയിൽ ഒറ്റയ്ക്ക് ബാത്റൂമിൽ കയറി മണിക്കൂറുകളോളം വെള്ളം പുറത്തൊഴിച്ചുകൊണ്ടേയിരിക്കും. ചെറുപ്പം മുതലേ ഉള്ള അമ്മയുടെ വീട്ടിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ വീട്, എൻ്റെ ആങ്ങളുടെ വീടും എൻ്റെ വീടും ഒക്കെ ഈ പരിസരമൊക്കെ ആയിട്ടാണ് കഴിഞ്ഞിരുന്നത്. പിന്നെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെയിലിൻ്റെ ചൂടൊന്നും സഹിക്കാൻ വയ്യാതെ ആകുമ്പോൾ ബാത്റൂമിൽ പോയിട്ട് വെള്ളം മുക്കി ഒഴിച്ച് അങ്ങനെ ഒരുവിധം 1 മണിക്കൂറോളം ഇരിക്കുകയുള്ളൂ ബാത്റൂമിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. ഇവിടെ ആര് വന്ന് വിളിച്ചാലും ഇവിടെ ഉണ്ടില്ല, ബാത്റൂമിലുണ്ടാവും. അപ്പോൾ അങ്ങനെ അറിയാവുന്നവർ പറഞ്ഞു കൊടുക്കും, അങ്ങനെ ബാത്റൂമിലുണ്ട്, അങ്ങനെ പുറത്ത് പോയി വന്നിട്ടുള്ള ക്ഷീണം കൊണ്ട് പിന്നെ ബാത്റൂമിൽ പോയിട്ട് ഇരിക്കുകയാണ് എന്ന് പറയും. AC റൂമിൽ ഇരിക്കാനായാൽ അത് വലിയൊരാശ്വാസമാകും. എന്നാൽ AC ഫിറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ ചിന്തിക്കാൻ പോലും ഇവർക്കാവില്ല. കൃത്യമായ ചികിത്സ തുടർന്നാൽ വളരെ നല്ല നിലയിലേക്ക് പ്രീതി മാറുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ അതിനാവശ്യമായ പണം കണ്ടെത്താനായി സുമനസ്സുകളുടെയൊക്കെ സഹായം പ്രീതിക്കുന്ന ആവശ്യമാണ്. ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ അവസ്ഥ വളരെയധികം ദുർഘടമാണ്. ഒന്ന്, ഒരു അസുഖബാധിതയായ അമ്മയാണ് ഈ കുട്ടീനെ നോക്കുന്നത്. അപ്പോൾ അമ്മയ്ക്കുള്ള ഒരു പരിധി എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഇടയ്ക്ക് BP അങ്ങനെയുള്ള അസുഖം വന്നിട്ട് ചില ദിവസം ജോലിക്ക് പോകാനും കഴിയില്ല. അപ്പോൾ ഈ കുട്ടിയുടെ ജീവിതവും ഈ അമ്മേനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ആ ഒരു അവസ്ഥയിലാണ് നമ്മളിത് സമൂഹത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളൊരു ചിന്ത ആ കുട്ടിയിലും പ്രേരിപ്പിച്ചത്. കാരണം ഇനിയുള്ള യാത്ര അവരുടെ ഒരു ഉപജീവന മാർഗവും കൂടി നോക്കുന്ന തരത്തിൽ ആ കുട്ടിയെ മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവരും കൂടി ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ, അതൊരു പെൺകുട്ടിയാണ്, 30 വയസ്സായി, ഒത്തിരി മോഹങ്ങൾ ഉള്ളിൽ കിടക്കുന്ന അവരുടെ ആ ഒരു മോഹങ്ങൾക്ക് നമ്മളെല്ലാവരും തുണയായി കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഒരു ദൈവാനുഗ്രഹം കൂടി ഉണ്ടായി ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയാൽ ഇതൊരു നല്ലൊരു നന്മയാണ്. അതെല്ലാവരും പങ്കാളിയാവുക, അങ്ങനെ ഒരു സഹായം ആ കുട്ടിക്ക് നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന. പ്രീതിയുടെ തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനുള്ള ശ്രമങ്ങളിൽ നമുക്കും പങ്കാളിയാകാം. നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ കൂടി ചേർന്നാൽ ഈ കുടുംബത്തിന് വലിയൊരാശ്വാസമായിരിക്കും. തൻ്റെ രോഗാവസ്ഥയെ മറന്ന് വളരെ പോസിറ്റീവായി കാര്യങ്ങൾ കാണുന്ന പ്രീതിയുടെ ഈ അസുഖം ചികിത്സിച്ച് മാറ്റാൻ ആവശ്യമായ സാമ്പത്തിക സഹായം നമുക്കെല്ലാവർക്കും ചേർന്ന് സ്വരൂപിക്കാനായാൽ അതൊരു വലിയ പുണ്യമായിരിക്കും. നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും എല്ലാം നല്ല സഹായങ്ങൾക്ക് ഒപ്പം നമുക്കും ചേരാം. സ്നേഹസ്പർശത്തിനു വേണ്ടി പീപ്പിൾസ് ഫൗണ്ടേഷൻ തുടങ്ങിയ പ്രത്യേക അക്കൗണ്ടിലേക്കാണ് സഹായങ്ങൾ അയക്കേണ്ടത്. പീപ്പിൾസ് ഫൗണ്ടേഷൻ അക്കൗണ്ട് നമ്പർ 13890100112779, IFSC FDRL 0001389, ഫെഡറൽ ബാങ്ക് SM സ്ട്രീറ്റ് ബ്രാഞ്ച് കോഴിക്കോട്. കോൺടാക്ട് നമ്പർ 8943347541. സ്നേഹസ്പർശത്തിൽ വരുന്ന എല്ലാവർക്കുമായല്ലാതെ പ്രത്യേക വ്യക്തികൾക്ക് സഹായം അയക്കുന്നവർ അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ 8943347541 സ്നേഹസ്പർശം@mediaonetv.in എന്ന മെയിൽ ID അറിയിക്കേണ്ടതാണ്. തൃശൂർ കയ്പമംഗലത്തെ 51 വയസ്സായ ബഷീറിൻ്റെ കാര്യമാണ് ഇനി പറയുന്നത്. നീണ്ട 15 വർഷക്കാലം
ഗൾഫിലെ മണലാരണ്യത്തിൽ പണിയെടുത്ത ശേഷം അവസാന കാലം ഏറെ ദുരന്തങ്ങളും പേറി കഴിയുകയാണ് ബഷീർ. ഒരു പുരുഷായുസ് മുഴുവൻ ഗൾഫ് നാടുകളിൽ കുടുംബത്തിനു വേണ്ടി ജീവിച്ച ശേഷം ഇന്ന് ശരീരം ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഒരു വാടക വീട്ടിൽ കഴിയുകയാണ് തൃശൂർ കയ്പമംഗലത്തുള്ള ബഷീർ. 51 വയസ്സുള്ള ബഷീർ വർഷങ്ങളോളം റിയാദിലായിരുന്നു. കരളിനും കുടലിനും ക്യാൻസർ ബാധിച്ച് ബഷീർ നാട്ടിൽ വന്നിട്ട് 1 വർഷത്തോളമാകുന്നു. പതിനഞ്ച് വർഷക്കാലം റിയാദിൽ പണിയെടുത്ത ശേഷം നാട്ടിൽ വന്ന് കഴിഞ്ഞ 9 മാസമായി കുടലിലും കരളിലും ക്യാൻസർ ബാധിച്ച് ചികിത്സിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ബഷീർ എന്നുള്ളത്. ഞാനൊരു കുറച്ച് കാലം സൗദിയിലായിരുന്നു. അവിടെ നിന്ന് പെട്ടെന്ന് അസുഖം ബാധിച്ച് 9 മാസമായി ഇപ്പോൾ നാട്ടിലാണ്, ചികിത്സയിലാണ്. ഇപ്പോൾ മാസത്തിൽ 2 പ്രാവശ്യം കീമോതെറാപ്പി, പിന്നെ മരുന്ന് ഒക്കെ മുന്നോട്ട് പോകുന്നു. എനിക്ക് എൻ്റെ കുടുംബം, ഭാര്യയും 4 കുട്ടികളും അടങ്ങുന്നതാണ്. അതിൽ 3 പെൺകുട്ടികളോട് വിവാഹം കഴിഞ്ഞു, ഒരു പെൺകുട്ടിയുണ്ട്. അവരുടെ വിവാഹ ആവശ്യത്തിലേക്ക് ഉണ്ടായിരുന്ന സ്ഥലവും പറമ്പും വിറ്റു. ഇപ്പോൾ വാടകയ്ക്കാണ് താമസം. 4 പെൺമക്കളാണ് ബഷീറിന്. 3 പേരെയും വിവാഹം ചെയ്തയച്ചു. ഇളയവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കല്യാണ ആവശ്യങ്ങൾക്കായി ആകെ ഉണ്ടായിരുന്ന വീടും വിറ്റു. ഇന്ന് ഭാര്യ നബീസയും മകളും ഒപ്പമുണ്ട്. മാസത്തിൽ 2 പ്രാവശ്യം കീമോതെറാപ്പി ചെയ്യണം. ഇളയ മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മാസത്തിൽ 2 പ്രാവശ്യം കീമോതെറാപ്പി ചെയ്യണം. ഭാര്യ നബീസയും ഇളയ മകളും എപ്പോഴും കൂടെ ഉണ്ടെങ്കിലും നിത്യച്ചിലവുകൾക്കും ചികിത്സയ്ക്കുമൊന്നും യാതൊരു വഴിയുമില്ല. സുമനസ്സുകളുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് വീട്ടുവാടക പോലും നൽകുന്നത്. ഇത് എൻ്റെ വാപ്പാണ്. ഇപ്പോൾ വയ്യാണ്ട് നാട്ടിലാണ്, കുറേ നാൾ ഗൾഫിലായിരുന്നു. പക്ഷെ ഇപ്പോൾ സുഖമില്ലാണ്ട് വന്നേക്കാണ്. ഞങ്ങൾ 4 പെൺമക്കളാണ്, 3 ആളുടെ കല്യാണം കഴിഞ്ഞു. വാപ്പ ഗൾഫിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളെ കല്യാണം കഴിച്ച് അയക്കാൻ പറ്റിയത്. ഇപ്പോൾ വേറൊരു നിവൃത്തിയില്ല, വാടക വീടാണ്. ഒരനിയത്തിയും കൂടെ ഉണ്ട്, ഇനി അവൾ പഠിക്കാണ്. ഞങ്ങൾക്കൊരു വീടും ഇതൊക്കെ വേണം. വാപ്പാട് ചികിത്സക്കൊന്നും ഇനി വേറെ വഴിയൊന്നുമില്ല. ആങ്ങളമാരാരുമില്ല. നിരന്തര ചികിത്സയ്ക്കും നിത്യച്ചെലവിനുമൊന്നും യാതൊരു മാർഗവുമില്ല ഇന്ന് ഈ കുടുംബത്തിന്. തൻ്റെ ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യവും 4 പെൺമക്കൾക്കായി ചിലവാക്കിയ ശേഷം സ്വന്തമായി ഒരു വീട് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ബഷീറിന്. 3 പെൺമക്കളെ കല്യാണം കഴിച്ചയച്ചു. കല്യാണ ചിലവുകൾക്കായി ഉണ്ടായിരുന്ന വീടും വിറ്റു. നാട്ടുകാരുടെയും നമുക്ക് വേണ്ടപ്പെട്ടതായ എല്ലാവരുടെയും സഹായത്താലാണ് ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇക്കാക്ക് മരുന്ന് മേടിക്കാനും എല്ലാ ചെലവിനും കൂടെ നാട്ടുകാരാണ് ഞങ്ങളെ സഹായിക്കുന്നത്. ഇക്കാക്ക് ക്യാൻസർ ബാധിച്ച് 9 മാസമായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. സുമനസ്സുകളുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് വാടക പോലും നൽകുന്നത്. മരുന്ന് വാങ്ങാനും ആശുപത്രിയിൽ കൊണ്ടുപോകാനും ഒന്നും പണമില്ലാതെ ഉഴലുകയാണ് ബഷീർ. കല്യാണം കഴിഞ്ഞ മക്കളുടെ അവസ്ഥയും ഇവരെ കൂടി നോക്കാൻ പറ്റുന്ന തരത്തിലല്ല. തൻ്റെ സമ്പാദ്യം മുഴുവൻ മക്കളുടെ പഠനത്തിനും വിവാഹത്തിനുമൊക്കെയായി ചെലവിടുമ്പോഴും ഇങ്ങനെ ഒരവസ്ഥ തനിക്കുണ്ടാവുമെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ബഷീർ. ഇവിടെ 4 വർഷത്തോളമായി നമ്മുടെ ചെളങ്ങാട് പ്രദേശത്ത് വാടക താമസിക്കുകയാണ്. അദ്ദേഹം സൗദിയിലായിരുന്നു ഒരുപാട് വർഷങ്ങളായിട്ട്. അദ്ദേഹത്തിന് പെട്ടെന്ന് അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് എന്താണ് ഈ അസുഖം പിടിപെടുന്നത്. ഇവിടെ നാട്ടിൽ വന്നിപ്പോൾ ഏകദേശം ഒരു 9 മാസത്തോളമായി അദ്ദേഹത്തിന് തീരെ വയ്യായി ആയിട്ട്. 4 മക്കൾ അദ്ദേഹത്തിനുണ്ട്. 4 പെൺകുട്ടികളാണ്. അതിൽ 3 പെൺകുട്ടികളെ വിവാഹം കഴിച്ചയച്ചു. ഒരു കുട്ടി പഠിക്കുന്ന SSLC പഠിക്കുകയാണ്. അപ്പോൾ വളരെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമാണ് അദ്ദേഹം. ഗൾഫ് നാടുകളിൽ വർഷങ്ങളോളം ജോലി ചെയ്ത ശേഷം മക്കളെയും കെട്ടിച്ചയച്ച് സുഖജീവിതം സ്വപ്നം കണ്ട ബഷീറിന് താങ്ങാവുന്നതല്ല ഒരിക്കലും ഇന്നത്തെ ഈ ദുരിതപൂർണമായ അവസ്ഥ. തൻ്റെ ചികിത്സയ്ക്കും വാടകയ്ക്കും എന്തിന് നിത്യവും ആഹാരം കഴിക്കുന്നതിന് പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് ബഷീറിനുള്ളത്.
തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും സുമനസ്സുകളുടെ എല്ലാവരുടെയും സഹായം അദ്ദേഹത്തിന് ആവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ അസുഖത്തിനും അതേപോലെ അദ്ദേഹത്തിനൊരു വീട് 3 സെൻറ്റെങ്കിലും എന്ത് ചെയ്യണം എടുത്ത് അദ്ദേഹത്തിനൊരു വീട് വെച്ച് കൊടുക്കാനുള്ളൊരു സഹായമെങ്കിലും എല്ലാവരോടും കൂടി എന്ത് ചെയ്യണം സുമനസ്സുകളോട് അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചികിത്സക്കുള്ള സഹായം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല മനസ്സ് ഉള്ള നിങ്ങൾ എന്ത് ചെയ്യണം, അതിനുള്ളൊരു സഹായം കൂടി ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഗൾഫിൽ നിന്നും നാട്ടിലെത്തി മാരക രോഗവും പേറി കഴിയുന്ന ബഷീറിൻ്റെ ചികിത്സയ്ക്കും മറ്റുമുള്ള സഹായങ്ങൾ ചെയ്യാൻ നമുക്കും ശ്രമിക്കാം. ഒരു പുരുഷായുസ് മുഴുവൻ ഗൾഫിൽ കുടുംബത്തിന് വേണ്ടി ജീവിച്ച ശേഷം ഇന്ന് നിത്യച്ചിലവിനും ചികിത്സയ്ക്കും പോലും മാർഗമില്ലാതെ ഉഴലുന്ന ബഷീറിനും കുടുംബത്തിനും എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ശ്രമിക്കാം. സ്നേഹസ്പർശത്തിനു വേണ്ടി പീപ്പിൾസ് ഫൗണ്ടേഷൻ തുടങ്ങിയ പ്രത്യേക അക്കൗണ്ടിലേക്കാണ് സഹായങ്ങൾ അയക്കേണ്ടത്. പീപ്പിൾസ് ഫൗണ്ടേഷൻ അക്കൗണ്ട് നമ്പർ 13890100112779, IFSC FDRL 0001389, ഫെഡറൽ ബാങ്ക് SM സ്ട്രീറ്റ് ബ്രാഞ്ച് കോഴിക്കോട്, കോൺടാക്റ്റ് നമ്പർ 8943347541. സ്നേഹസ്പർശത്തിൽ വരുന്ന എല്ലാവർക്കുമായല്ലാതെ പ്രത്യേക വ്യക്തികൾക്ക് സഹായം അയക്കുന്നവർ അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ 8943347541 സ്നേഹസ്പർശം@mediaonetv.in എന്ന മെയിൽ ID അറിയിക്കേണ്ടതാണ്.